കണ്ണൂർ കണ്ണോത്തുംചാലിൽ ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലിന്റെ കേരളത്തിലെ 7ാമത്തെ ബ്രാഞ്ചാണ് കണ്ണൂർ കണ്ണോത്തുംചാൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. 10 രാജ്യങ്ങളിലായി 270-ലധികം ആശുപത്രികളാണ് ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലിനുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ലോകോത്തര നേത്ര പരിചരണവും ആധുനിക ചികിത്സാ രീതികളും നൽകുകയാണ് ആശുപത്രിയുടെ ലക്ഷ്യം. കണ്ണൂരിൽ വലുതും ചെറുതുമായ ഐ ഹോസ്പിറ്റലുകൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ വ്യത്യസ്തമാണെന്നും സർജറികൾ തത്സമയം രോഗിയുടെ കുടുംബത്തിന് കാണാനുള്ള വ്യൂ ഗാലറി പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നത് ജനങ്ങൾക്ക് സന്തോഷകരമായ കാര്യമാണെന്നും മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര പറഞ്ഞു. ഞങ്ങളുടെ കണ്ണൂരിൽ കുറേ ഐ ഹോസ്പിറ്റൽസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസാണ് ഇവിടെ കാണുന്നത്. എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ് എല്ലാം. പിന്നെ ഉള്ളത് ഇപ്പോൾ കാണിച്ചു തന്ന ഒരു കാര്യം, അത് വളരെ എന്താ പറയുക, ഒരു രോഗിക്കും അവരുടെ കുടുംബത്തിനും ആശ്വാസകരമായിട്ടുള്ളതാണ്. ഒരു സർജറി ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരവസ്ഥ, അത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഇതാ ഒരു ഓപ്പൺ ഗാലറി, അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ സർജറി ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇതുവരെ കണ്ടിട്ടില്ല. അത് ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കണ്ണൂരുകാർക്ക് ഒരു ആശ്വാസമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദഗ്ധ ഡോക്ടർമാരായ സൗമ്യ പി. കെ. അനുശ്രീ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1 മാസത്തേക്ക് സൗജന്യ നേത്ര പരിശോധനയും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ചികിത്സ തേടിയെത്തുന്നവർക്ക് എല്ലാവിധ നേത്ര ചികിത്സാ സൗകര്യങ്ങളും ഫാർമസി, ഓപ്റ്റിക്കൽസ്, ലബോറട്ടറി സർവീസുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഹോസ്പിറ്റൽ വൈസ് പ്രസിഡന്റ് ഇ.ടി. ധീരജ് പറഞ്ഞു. ഈ ഒരു ഫെസിലിറ്റിയുടെ മെയിൻ യുണീക്നെസ് എന്താണ് പറഞ്ഞു വെച്ചാൽ ഓൾ അണ്ടർ വൺ റൂഫ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഐ ചെക്കപ്പിനൂടെ വന്നിട്ട് അതിൻ്റെ ഫെർദർ ട്രീറ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ ചെക്കപ്പിന് വന്ന് എല്ലാവരും സർജറി ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ അവരൊരു ഓപ്റ്റിക്കൽ പർച്ചേസ് ആവാം, ഇല്ലെങ്കിൽ ഒരു ഫാർമസി പർച്ചേസ്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സ്കാൻ ചെയ്തിട്ട് പോണ പരിസ്ഥിതികൾ വരും. അപ്പോൾ ഏതൊരു പേഷ്യൻറ്റിന് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതിപ്പോൾ ഒപ്റ്റിക്കൽസ് ആയാലും ശരി, ഫാർമസി ആയാലും ശരി, ഇല്ല ഈവൻ ലബോറട്ടറി സർവീസ് ആയാലും ശരി. ഇപ്പോൾ ഒരു സർജറി ചെയ്യുന്ന മുമ്പ് എടുക്കുന്ന ലബോറട്ടറി സർവീസ് അതുവരെ നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. സോ ഒരു പേഷ്യൻറ്റ് വന്നു വെച്ചാൽ അവർക്ക് വീണ്ടും പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടാവില്ല. ഇവിടെ തന്നെ നമ്മൾ മാക്സിമം ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ 2 നിലകളിലായാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 1ാം നിലയിൽ ഇൻവെസ്റ്റിഗേഷനും ഒപിയും, 2ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങൾക്ക് പുറമെ കേരളത്തിൽ മറ്റ് ജില്ലകളിലും ബ്രാഞ്ചുകൾ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹോസ്പിറ്റൽ അധികൃതർ. കൌൺസിലർ എം. പി. അനിൽകുമാർ, സോണൽ HR മാനേജർ മഹേന്ദ്ര സിംഗ്, സോണൽ ഒപ്റ്റിക്കൽ ഹെഡ് രാഘവേന്ദ്ര, HR മാനേജർ ശ്രീജിത്ത്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പി. വരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.